മാം ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. മാമിനെ കൂടെ ഹോസ്റ്റ് ആക്കി. ഓക്കെ. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് സ്മിത മാം ആണ്. മാം നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ഫസ്റ്റ് ടൈം ആണ് ക്ലാസ് എടുക്കുന്നത്. മാം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. മാമിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. Thank you, ma'am. Good morning, everyone. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ എല്ലാവർക്കും ഒരു പുതിയ മുഖമാണ് അല്ലെ. ഞാൻ അങ്ങനെ മോർണിംഗ് സർക്കിളില് അധികം അങ്ങനെ കേറിയിട്ടില്ല. മിക്കവാറും റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെയാണ് കാണാറ്. ആദ്യം ജോയിൻ ചെയ്ത ഇടയ്ക്കാണ് ഇതിനകത്ത് ഞാൻ അധികം കേറിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചില മുഖങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ട്. എന്റെ പേര് സ്മിത. മാം പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഒന്നുകൂടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സ്മിത. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് കോച്ച് ആണ്, ഒരു ടീച്ചർ ആയിരുന്നു. ഇപ്പോഴും ടീച്ചിങ് ഒക്കെ ഉണ്ട് കൂടെ കേട്ടോ. പിന്നെ ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല. DCRC കൗൺസിലർ ആണ്. പോലീസിന് കീഴിലുള്ള വനിതാ സെല്ലില് ഫാമിലി കൗൺസിലർ ആണ് ഇപ്പോ. ആലുവയിൽ വർക്ക് ചെയ്യുന്നു. സ്വദേശം പെരുമ്പാവൂരാണ്. അപ്പോ ഇന്നത്തെ വിഷയം ഏറ്റവും മനോഹരമായിട്ടൊരു വിഷയമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് കൂടിയാണ് സ്മൈൽ. ആ സ്മൈൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പുഞ്ചിരിയൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ. ചുണ്ടിലൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ടാവും. നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലയേറിയ ഒരു സമ്മാനം എന്നുള്ളത് ഏറ്റവും വിലയേറിയതാണ്. അത് മാത്രമല്ല, നമുക്ക് അധികം കനമില്ല, കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടില്ല, ഏറ്റവും മനോഹരമാണ് അല്ലെ. അങ്ങനെ ഒരു സമ്മാനമാണ് പുഞ്ചിരി എന്നുള്ളത്. ഒരാൾക്ക് പുഞ്ചിരി സമ്മാനിക്കുക എന്നുള്ളത്. അതെങ്ങനെ നമ്മുടെ ചുണ്ടിലുള്ള ഒരു പുഞ്ചിരി എങ്ങനെ മറ്റൊരാൾക്ക് ഒരു ദിവസം സമ്മാനിക്കുന്നു, നല്ലൊരു ദിവസം സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. സ്മൈൽ ചലഞ്ച്. ഹൗ എ സ്മൈൽ ക്യാൻ ബ്രൈറ്റൻ someone's life. എല്ലാവർക്കും പുഞ്ചിരിക്കാൻ ഇഷ്ടമാണ് അല്ലെ. ചെയ്യാൻ കഴിയുന്നവര് ചാറ്റ് ബോക്സിൽ ഒരു ഇമോജി ടൈപ്പ് ചെയ്യാവോ? ഒരു സ്മൈൽ ഇമോജി അല്ലെ. ആ സ്മൈൽ ഇമോജി ഹേർട്ടിന്റെ സിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഇമോജി ഒരാള് നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വെരി ഗുഡ് എന്താ സജ്ന മാമിന്റെ സ്മൈൽ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോ കോമളവല്ലി മാം അവിടെ ഇരുന്ന് പുഞ്ചിരിക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. റീന മാം ഓക്കെ. അപ്പൊ വളരെ നല്ലൊരു പുഞ്ചിരിയോട് കൂടി തന്നെ നമുക്ക് ഇത് തുടങ്ങാം അല്ലെ. അപ്പൊ ഇവിടെ ഇരുന്ന നിങ്ങൾ എവിടെയൊക്കെയോ ഇരിക്കുന്ന ആളുകളാണ്. ഒരു സ്ക്രീനിനപ്പുറത്തിരുന്ന് ആ ഒരു സ്മൈലി നമുക്ക് എത്രത്തോളം സന്തോഷം നൽകി. അപ്പൊ അങ്ങനെയെങ്കിലും നേരിട്ട് കൊടുക്കുന്ന ഒരു പുഞ്ചിരി എന്നുള്ളത് മറ്റൊരാളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം നിറയ്ക്കും അല്ലെ. ചിന്തിക്കാവുന്ന കാര്യമാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് കണ്ണു തുറന്നപ്പോ എത്ര പേര് പുഞ്ചിരിയോട് കൂടി ഇന്നത്തെ പ്രഭാതത്തെ വരവേറ്റിട്ടുണ്ട്? ഒന്ന് ഓർത്ത് നോക്കിയേ. രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ രാവിലെ ഇന്നത്തെ റുട്ടീനൊക്കെ ഓർത്തിട്ട് അങ്കലാപ്പോട് കൂടിയാണോ എഴുന്നേറ്റത്, അതോ പുഞ്ചിരിയോട് കൂടിയാണോ എഴുന്നേറ്റത്? വെരി ഗുഡ്. സന്തോഷത്തോടു കൂടിയാണ് എഴുന്നേറ്റത്. വെരി ഗുഡ്. ഹാപ്പി ആയിട്ട്. നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് തന്നതിനൊരു ദൈവത്തിനോട് ഒരു നന്ദിയോട് കൂടിയായിരിക്കും എഴുന്നേറ്റത് അല്ലെ. ആ ഒരു പുഞ്ചിരി നമ്മളിൽ കിടക്കാൻ നേരത്തെ ഉണ്ടാവും. ഈ ഒരു ദിവസം എനിക്ക് പൂർണ്ണമാക്കി തന്നതിനും എനിക്ക് നന്ദി അല്ലെ. ആ ഒരു പുഞ്ചിരിയോട് കൂടി കിടക്കുകയും ചെയ്യും, പുഞ്ചിരിയോട് കൂടി എഴുന്നേൽക്കുകയും ചെയ്യും.
പിന്നെ അപ്പൊ സ്മിത മാമിന്റെ ടോപ്പിക്കും ചിരിക്കുന്ന മുഖവും നമ്മളെ പുഞ്ചിരിപ്പിക്കുകയും ചെയ്തു തുടക്കത്തില്. താങ്ക് യു. ഞാൻ എപ്പോഴും അറിയപ്പെടുന്നത് ഒരു പുഞ്ചിരിയുടെ പേരിലാണ് കേട്ടോ. അതും കൂടി പറയാലോ. ഓക്കെ. കാരണം എന്റെ പേരിട്ട് എന്റെ അമ്മയ്ക്ക് ഒരു സ്മിത. നന്ദിയുണ്ട്. സ്മിത ഉം. എന്ന് പേരിട്ട് ഇപ്പൊ എല്ലാവരും ചോദിക്കും സ്മിത എന്നുള്ള പേരിന്റെ അർത്ഥം എന്താന്ന്. അപ്പൊ പുഞ്ചിരിക്കുന്നവനാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. സ്മിതമുഖി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു പേരിട്ടത് എന്റെ അമ്മയാണ്. അപ്പൊ പലരും എന്നോട് ചോദിക്കും നിന്റെ ചിരി കണ്ടിട്ടാണോ നിനക്ക് ഈ പേരിട്ടത്? ഒരു പക്ഷേ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. എന്തായാലും പേരിനുള്ള അബ്ജമായിട്ട് എനിക്ക് എപ്പോഴും പുഞ്ചിരിക്കാനാണ് ഇഷ്ടം. കാരണം ചിരിച്ച മുഖത്തോടെ അല്ലാതെ എനിക്ക് ഒരാളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചിരിയുടെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താനും പറ്റില്ല. അപ്പൊ എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു മുമ്പ്. എന്നുവെച്ചുകഴിഞ്ഞാൽ ആള് എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആള് വിളിച്ചിട്ട് പറയാണ് ആൾക്ക് ലവ് ഫെയിലിയർ ഒക്കെ ആയിരുന്നു. ഇച്ചിരി നീണ്ട കഥയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുരുക്കി പറയാം കേട്ടോ. നീട്ടി പരത്തി ഒന്നും പറയുന്നില്ല. അപ്പൊ അതിനുശേഷമാണ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, അക്കാഡമിക് നിലവാരമൊക്കെ നല്ല ഉയരത്തിലായിരുന്നു. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേരൻസിന്റെ, നല്ല ജോലിയൊക്കെ ഉള്ള പേരൻസിന്റെ മോനായിരുന്നു. കുടുംബത്തിലെ ഏറ്റവും ഇളയ മോനായിട്ട് ജനിച്ച ആളാണ്. ഈ ആൾക്ക് എന്നെ വിളിക്കുന്ന സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്, സ്ട്രെയിൻ ആണ് മാം എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോഴും ലവ് ഫെയിലിയർ ആണ് ആളുടെ മെയിൻ പ്രോബ്ലം. അത് കാരണം കൊണ്ട് തന്നെ എഴുതാൻ വച്ചിരുന്ന സിവിൽ സർവീസ് എക്സാം വരെ വേണ്ടാന്ന് വെച്ചിട്ട് ആള് നാട്ടിൽ നിന്ന് പോയി. അപ്പൊ വീട്ടുകാർക്കൊക്കെ ഒരു കൊള്ളരുതാത്തവനായി. കാരണം വീട്ടുകാര് മെയിൻസ് എക്സാമിന്റെ പ്രിലിമിനറി കിട്ടി. മെയിൻസ് എക്സാമിന്റെ 2 ആഴ്ച മുന്നേ ആണ് ഈ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ കല്യാണം ഉണ്ടായത്. അതോടുകൂടി മെയിൻസ് എക്സാമും എഴുതാതെ, അവനവന്റെ ജീവിതമാണെന്ന് ഓർക്കാതെ തന്നെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവന് എക്സാം എഴുതാൻ പറ്റിയില്ല, എഴുതിയില്ല. പിന്നീട് നാട്ടിൽ നിന്ന് തന്നെ പോയി. പക്ഷെ നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ടും അവന്റെ ഹയർ എഡ്യൂക്കേഷൻ ആയതുകൊണ്ടും അവന് US നല്ല ഉയർന്ന ജോലി കിട്ടി. ഈ ഉയർന്ന ജോലി കിട്ടിയെങ്കിലും ഈ ഒരു ഓഫീസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആളായിരുന്നെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും അവന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. എനിക്ക് ആരെയും നോക്കി ചിരിക്കാൻ പോലുള്ള മനസ്സില്ല മാം എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്, എനിക്ക് ചിരിക്കാൻ ഞാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോ ആ ആള് സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് ഭയങ്കര ഗൗരവക്കാരനായിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു 2 മണിക്കൂറോളം സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു ചെറിയൊരു മാറ്റം നമുക്ക് വരുത്തി നോക്കാം, അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യൂ, ഒരാഴ്ച ഓഫീസിലുള്ളവരെ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കൂ. പുഞ്ചിരിക്കാൻ ഞാൻ പറഞ്ഞില്ല, പുഞ്ചിരിക്കാൻ ശ്രമിക്കൂ, ശ്രമിച്ചു നോക്കൂ. എന്നിട്ട് ഒരാഴ്ച നീ അതൊന്ന് ഒബ്സർവ് ചെയ്യൂട്ടി, അതിനുശേഷം എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോ ആദ്യത്തെ ആഴ്ചയിൽ ആളൊന്ന് ശ്രമിച്ചു. 2ാമത്തെ ആഴ്ചയിൽ പതുക്കെ പുഞ്ചിരിയൊക്കെ വന്നു. അവിടെ ഓഫീസിലുണ്ടായ ആദ്യമൊക്കെ പാർട്ടികളിലൊന്നും പങ്കെടുക്കാറുണ്ടായില്ല. പിന്നീട് അവൻ പാർട്ടികളിലൊക്കെ പങ്കെടുത്തു. 2 ആഴ്ചക്ക് ശേഷം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എന്റെ കൊളീഗ്സിനൊക്കെ ഇപ്പൊ ഭയങ്കര അത്ഭുതമാണ്. എന്താണ്, ഈ 3-4 വർഷമായിട്ട് ചിരിക്കാതിരുന്ന ഈ സാർ ഒന്ന് ചിരിച്ചു. അപ്പൊ ഓഫീസിലുള്ളവരൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഈ ആളുടെ റൂമിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഈ ആളെ കാണുമ്പോ ഓഫീസിലുള്ളവരൊക്കെ മുഖപൊലിപ്പിച്ചാ പറഞ്ഞത്. കാരണം ഇയാൾക്ക് ചിരിക്കാൻ അറിയില്ലല്ലോ, ഇയാൾ ഭയങ്കര ഗൗരവക്കാരനായിട്ടാണ്. അതുപോലെ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കൊളീഗ്സ് ഭയങ്കര അത്ഭുതമായിട്ടാണ് വരുന്നേ. അന്ന് മുതൽ എന്റെ ചേച്ചി എന്നാണ് വിളിച്ചു തുടങ്ങിയത് കേട്ടോ. മാം മാറ്റി ഞാൻ ചേച്ചിന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഷുവർ ആയിട്ടും എന്നെ ചേച്ചിന്ന് വിളിച്ചോ. ആ ഒരു അടുപ്പം അന്ന് മുതൽ ഇന്ന് വരെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആള് നാട്ടിൽ വന്നു കേട്ടോ, നാട്ടിൽ വന്നു, നല്ലൊരു ബിസിനസ്മാൻ ഒക്കെ ആയി, വിവാഹം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ആ പെൺകുട്ടിയെ മറക്കാനായിട്ടും പിന്നീട് ഒരുപാട് സെഷനിൽ പോകേണ്ടി വന്നു. അത്രയും ഡീപ്പായിരുന്നു ആ ഒരു റിലേഷൻ വന്നത്. അപ്പൊ അതിനുശേഷം അപ്പൊ നല്ല മിടുക്കനായിട്ടൊരു വിവാഹം ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഉറപ്പായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരാളുടെ പുഞ്ചിരി, ആ ആളുടെ മുഖത്തുണ്ടാവേണ്ട പുഞ്ചിരി, അതും ആ ഓഫീസിനെ എത്രമാത്രം മാറ്റി എന്നൊന്ന് ഓർത്തു നോക്കിയേ. ഇതുപോലെയാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ, നമ്മളുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പൊ സ്കൂളിലേക്ക്, ഞാൻ ടീച്ചറായിരുന്ന സമയത്ത് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എന്റെ കുട്ടിയെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവന്റെ അന്നത്തെ ദിവസം മുഴുവനും പോവും.
അതുപോലെ തന്നെ പ്രധാന അധ്യാപികയെ കാണുമ്പോൾ ടീച്ചർ എന്നെ കണ്ടിട്ട് നമസ്തേ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ബ്രൈറ്റൻ ആയിരിക്കും. മറിച്ച് ആ അധ്യാപിക മുഖം വീർപ്പിച്ചിട്ടാ വരുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ദിവസം പോകും അല്ലെ. അപ്പോ നമുക്ക് ചെറുതായി തോന്നുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അല്ലെ. ഒരു പുഞ്ചിരിയാണ്, അത് ആർക്കും വില കൊടുത്ത് വാങ്ങേണ്ടതില്ല, ഏറ്റവും കയ്യിൽ കൊണ്ടുനടക്കാൻ വലിയ സമ്മാനമൊന്നും അല്ല അല്ലെ, പക്ഷെ കൊടുക്കാവുന്നതിന്റെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ്. പിന്നെ പുഞ്ചിരിക്ക് ഒരു ശാസ്ത്രമുണ്ട്, അതറിയോ? പുഞ്ചിരിയുടെ ശാസ്ത്രം, സയൻസ് ഉണ്ട് പുഞ്ചിരിക്ക് പിന്നില്. നമ്മുടെ ഡോപാമിൻ വർദ്ധിപ്പിക്കും, ഹാപ്പി ഹോർമോൺസ് എല്ലാം ഹാപ്പി ഹോർമോൺസ് ഒക്കെ വർദ്ധിപ്പിക്കും. അത് തന്നെ, ഡോപാമിൻ വർദ്ധിപ്പിക്കും, എൻഡോർഫിൻ പുറത്തു വരും, അതുപോലെ സെറോട്ടോണിൻ വർദ്ധിക്കും. യെസ്, അത് തന്നെ, സെറോട്ടോണിൻ വർദ്ധിക്കും. അപ്പൊ ഇവയെല്ലാം നമ്മളെ എങ്ങനെ സഹായിക്കുന്നേ? നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും, മൂഡ് മെച്ചപ്പെടുത്തും, അതുപോലെ തന്നെ ആങ്സൈറ്റി കുറയ്ക്കും, പ്രതിരോധ ശേഷി കൂട്ടും എന്നാ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ഇത് ചിരി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു പറയുന്നത് അല്ലെ. ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്, ചിരി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുള്ളത് കൊണ്ടാണോ നീ ഇത്ര ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ചിരിക്കുന്നത് കൊണ്ടാണോ എന്ന് ചോദിക്കും എന്നോട് ചിലര്. ഞാൻ പറയും അതെ, സന്തോഷമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നതെന്ന് പറയും. ഇപ്പൊ ഒരു ക്യാമറ ചലഞ്ച് നോക്കിയാലോ? ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കും. മനോഹരമായിട്ടുള്ള പുഞ്ചിരികളൊക്കെ കാണാം. അപ്പൊ സ്ക്രീനില് മുഖങ്ങളൊക്കെ കണ്ടല്ലോ അല്ലെ, പുഞ്ചിരിച്ചല്ലോ. കാണുന്നുണ്ട് കേട്ടോ, ഓരോരുത്തരും പുഞ്ചിരിക്കുന്നത് എനിക്കും കാണാം. എങ്ങനെ തോന്നി? ചാറ്റിലൊന്ന് എഴുതാവോ? റിലാക്സ് ആണോ, ഹാപ്പി ആണോ, വാം ആണോ, കണക്റ്റഡ് ആണോ? ഒന്ന് എഴുതി വെക്കി ചാറ്റില്. വാവ്, അർച്ചന മാം, ഹാപ്പിനെസ്. സജ്ന മാം, ഹാപ്പിനെസ്. ഓക്കെ, വെരി ഗുഡ്. റിലാക്സ്ഡ്, ഹേമലത മാം. ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക്, റീന മാം ഹാപ്പി, നിങ്ങളുടെ പുഞ്ചിരി ആവശ്യമുള്ള ഒരാളെ മനസ്സിൽ വിചാരിക്കാവോ? ഇറ്റ്സ് എ ഫ്രഷ് മൂഡ്, റിലാക്സ്ഡ്. നിങ്ങളുടെ പുഞ്ചിരി ഇന്ന് ആവശ്യമുള്ള ഒരാളെ മനസ്സിൽ വിചാരിക്കാമോ? എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു പുഞ്ചിരി സമ്മാനിക്കാമോ? അതാരായിരുന്നാലും, അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, സുഹൃത്ത്, കുട്ടികള്, സ്വയം തന്നെ. എത്ര പേര് സ്വയം എന്ന് വിചാരിച്ചിട്ടുണ്ട്? ആദ്യം നമ്മൾ ഓർത്തത് നമ്മുടെ പ്രിയപ്പെട്ട മറ്റാരെങ്കിലും ആയിരിക്കും അല്ലെ. എത്ര പേര് സ്വയം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും? സ്വയം എനിക്കൊരു പുഞ്ചിരി നൽകണം എന്ന് എല്ലാവരും ഒരു എന്ത് പറയാൻ മാതിരി നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ഓർക്കും അല്ലെ, നമ്മളെ കുറിച്ച് ഓർക്കാൻ മറന്നുപോകും. അതാണ്, സ്വയം ഒരു പുഞ്ചിരി നൽകണം ദിവസവും രാവിലെ. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു പുഞ്ചിരി നൽകുമ്പോൾ എന്തായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഒരു ഹോപ്പ് നൽകുന്നുണ്ട് അല്ലെ, ഒരു പ്രതീക്ഷ, ഒരു സ്നേഹം, അല്ലെങ്കിൽ അവരെ കരുതുന്നു എന്നൊരു തോന്നൽ, ഇതൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. ഒരു 1 വീക്ക് ചലഞ്ച് ഞാൻ തരാട്ടോ. എന്തായാലും സ്മൈൽ ചലഞ്ച് ആണ്. ദിവസവും രാവിലെ ഒരു 5 പേര് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുക. 5 പേരെങ്കിലും മിനിമം ആണ് കേട്ടോ, 5 പേര് മാത്രമല്ല, 5 പേരെങ്കിലും ഒന്ന് നോക്കി പുഞ്ചിരിക്കുക. ഒരാളെ അഭിനന്ദിക്കുക, ഒരാൾക്ക്
നന്ദി പറയുക, ഒരാൾക്ക് ഒരു പോസിറ്റീവ് മെസ്സേജ് അയക്കുക, നമുക്ക് തന്നെയും നമ്മളൊരു പുഞ്ചിരി നൽകട്ടെ. നെഞ്ചോട് ചേർത്ത് കൈ ചേർത്ത് വെച്ചിട്ട് എനിക്ക് ഞാൻ എന്ന് മനോഹരമായിട്ടൊരു പുഞ്ചിരി നൽകിയിരിക്കുന്നു. അങ്ങനെ പറയുക. ഓക്കെ. എന്നിട്ട് ദിവസം അവസാനം നമ്മളോട് തന്നെ ചോദിക്കണം, ഇന്നത്തെ എന്റെ പുഞ്ചിരി ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്രദമായിരുന്നോ എന്ന്. നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? മലയാളം സിനിമയാണ് ഹെലൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി. നമ്മുടെ ലാലിന്റെ സിനിമയാണ്. അന്നാബൻ നായികയായിട്ടുള്ള ഒരു പെൺകുട്ടി ഫ്രീസറിൽ അകപ്പെട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? കോൾഡ് സ്റ്റോറേജിൽ ഇല്ല? കണ്ടിട്ടുണ്ട്. ആ സിനിമയില് ആ കുട്ടിയെ കണ്ടെത്താൻ സഹായിക്കുന്നത് അവിടുത്തെ ആ മാളിലെ ഒരു വാച്ച്മാനാണ്. ഈ കുട്ടി ഇന്ന് പുറത്ത് പോയിട്ടില്ല എന്ന് അയാള് ധൈര്യമായിട്ട് ആ കുട്ടിയുടെ അച്ഛനോട് പറയുന്നുണ്ട്. അവസാനം അച്ഛൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ വാച്ച്മാനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്റെ മോള് അകത്തുനിന്ന് പുറത്ത് പോയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതെന്ന്. അപ്പൊ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങള് സാധാരണ ഈ വാച്ച്മാൻമാർക്കൊന്നും ഒക്കെ ഒരുപാട് ആളുകൾ മാളിൽ വരവും പോകും ഒക്കെ ഉണ്ട്, പക്ഷെ ആരും ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കാറില്ല. സാറിന്റെ മകള് ദിവസവും രാവിലെ പോകുമ്പോഴും വൈകിട്ട് വരുമ്പോഴും എന്നെ നോക്കി പുഞ്ചിരിക്കാറുണ്ട്. ആ ഒരു സീൻ അതിനകത്ത് ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കാറുണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് അത്. ഇന്ന് വൈകിട്ട് എനിക്ക് ആ പുഞ്ചിരി കിട്ടിയില്ല. അപ്പൊ അയാൾ അത് ഓർത്തിരിക്കുന്നുണ്ട്. അത്രയും ആളുകൾ വന്നു പോകുന്ന ആ മാളില് ആ പെൺകുട്ടി മാത്രമാണ് അയാൾക്ക് ആ പുഞ്ചിരി നൽകുന്നത്. അപ്പൊ ആ ഒരു പുഞ്ചിരിയാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. കാരണം വൈകിട്ട് ആ പുഞ്ചിരി എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി പുറത്തു പോയിട്ടില്ല എന്ന് അയാൾ പറഞ്ഞത്. ശരിക്കും ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ഒരു ഡയലോഗ് തന്നെയാണ് അത്. അപ്പോ ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതവും കൂടി പ്രകാശമാനമാക്കുന്നുണ്ട്. അതെ, അടയാളപ്പെടുത്തുക, നമ്മൾ അടയാളപ്പെടുത്തുക ഒരു പുഞ്ചിരിയിലൂടെയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ. അപ്പൊ ഇന്നത്തെ സ്മൈൽ ചലഞ്ച് ഈ പുഞ്ചിരിയോടെ തന്നെ തുടങ്ങട്ടെ. എല്ലാവരും പരസ്പരം ഒരു പുഞ്ചിരി കൈമാറിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴും എല്ലാവരും ഒന്ന് നോക്കി പുഞ്ചിരിച്ചോളൂ. സ്മൈൽ ചലഞ്ച് മറക്കണ്ട. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇനി പുഞ്ചിരിയെ കുറിച്ച് എല്ലാവർക്കും എന്താണ് പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കാനുണ്ട്. ഫീഡ്ബാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മിത മാം, ഞാൻ സാധാരണ നാട്ടില് 5:30ക്കാണ് കയറാറ്. ഇപ്പൊ ദുബായിലാണ്, മോളുടെ അടുത്താണ്. അപ്പൊ 4 അങ്ങ് കയറുന്നതാണ് ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ക്യാമറ ഓൺ ആക്കാതെ ഇരുന്നതാ, ഇവിടെ എല്ലാരും ഉറക്കമല്ലേന്ന് വെച്ചിട്ട്. അപ്പം നമ്മളെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. മനസ്സ് ഒരുപാട് ശരിക്കും നല്ലൊരു മൂഡിലേക്ക് വന്നു. നമ്മളത്ര ഫ്രഷായി ഒന്നും ഇരുന്നിരുന്നതല്ലെങ്കിൽ പോലും ആദ്യമേ ചിരിക്കാൻ പറയുകയും പിന്നെ ചിരിയുടെ കാര്യങ്ങളും പിന്നെ ആ സിനിമ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു ആ കുട്ടി കോൾഡ് സ്റ്റോറേജിൽ അകപ്പെട്ടിരുന്നതൊക്കെ. അപ്പൊ അതും നല്ലൊരു ഇത്തരം ഒരു ക്ലാസ്സിന് ഏറ്റവും പറയാൻ പറ്റിയ ഒരു ഫിലിമുമാണത്. അവിടുത്തെ സെക്യൂരിറ്റി അത് പറഞ്ഞത്, അതിലെ ഒരു ഹൈലൈറ്റ് അത് തന്നെയാണല്ലോ. അതുകൊണ്ട് ആ കുട്ടി തിരിച്ചു പോയില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ആ ചലഞ്ചും, നമുക്ക് തന്നെ തന്ന ചലഞ്ച്, നമ്മൾ കുറെ പേരോട് താങ്ക്സ് പറയുക, അല്ലെങ്കിൽ 5 പേരോടെങ്കിലും മിനിമം, ബാക്കി അവരോട് ഓരോ കാര്യങ്ങളും ചിരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഞാനും ഈ പറഞ്ഞ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്, എല്ലാവരോടും ചിരിക്കുക. നമ്മളുടെ ഒരു ചിരി കാണുമ്പോഴല്ലേ മറ്റവർക്കും ഒരു സന്തോഷം വരുള്ളൂ. നമ്മള് മുഖം വീർപ്പിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളെ കാണുന്നവർക്ക് ഒരു സന്തോഷവും ഇല്ല. അപ്പോ എനിക്കിപ്പോ ഓർമ്മ വന്ന്, പണ്ട് ഞാൻ മുൻപ്
വെറുതെ പറയുന്നേ ഉള്ളൂ. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലറായിട്ട് ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് കൗൺസിലറായിരുന്നു 5 വർഷം. അപ്പം എനിക്ക് എന്നെ എടുത്തിട്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കുമല്ലോ അന്ന് ഇതിന്. അപ്പൊ തന്നെ പറഞ്ഞു എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ടീച്ചർ ആയതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ ടീച്ചറുടെ അടുത്ത് തന്നെ കണ്ടു പറഞ്ഞതെന്ന്. അവര് വന്ന് സംസാരിച്ചപ്പോ ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ സമ്മതിച്ചു. ഞാൻ നിന്നു ജയിച്ചു. അപ്പം വലിയ വലിയ ടൈറ്റ് മത്സരമൊക്കെ ആയിപ്പോയിരുന്നു. എങ്കിലും അവര് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും എല്ലാരോടും ചിരിക്കുന്ന ടീച്ചർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്ന് ചോദിച്ചതെന്ന്. അതെന്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. നമ്മുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു ക്വാളിറ്റി നമുക്ക് എപ്പോഴും ഗുണമേ ചെയ്യുള്ളൂ. ഒരിക്കലും നമുക്കതൊരു ദോഷം ചെയ്യില്ല. തീർച്ചയായിട്ടും. പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എന്തായാലും രാവിലെ നല്ലൊരു ക്ലാസ് ഫ്രഷ് ആവാൻ താങ്ക് യു പറ്റി. മാം. തീർച്ചയായിട്ടും. താങ്ക് യു ഹേമലത മാം. ഓക്കെ ഓക്കെ താങ്ക് സ്വന്തം യു. അനുഭവം ഷെയർ ചെയ്തല്ലോ പുഞ്ചിരിയുടെ. ഞാനതിങ്ങ് പറഞ്ഞേ ഉള്ളൂ. ആ, നമ്മള് വലുതാന്നുള്ള രീതിയിലല്ല, പക്ഷെ അതൊരു അല്ല നല്ല ക്വാളിറ്റി അല്ല ആയിട്ടാ എന്നാലും എനിക്കും നമ്മുടെ ഒരു തോന്നുന്നത്. അനുഭവം ഷെയർ ചെയ്തതാണല്ലോ. ഞാനും പലപ്പോഴും അതെ അതെ. മാത്സ് ടീച്ചറാണ്. എന്നിട്ട് എന്നോട് പറയാറുണ്ട് മാത്സ് ടീച്ചർമാര് സാധാരണ ചിരിക്കാറില്ല എന്നാണ് പൊതുവെ പറയണത്. പക്ഷെ ഞാനെപ്പോഴും ഉം. ചിരിച്ചിട്ടാണ്. അതെ അതെ. ഞാനും ഫിസിക്സ് ഒക്കെയാണ്. പക്ഷെ നമ്മളായി നിക്കാലോ. ഏത് വിഷയം പഠിപ്പിച്ചാലും Sure. നമുക്ക് തീർച്ചയായും. നമ്മളല്ലാതിരിക്കണ്ടല്ലോ. അതെ. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു. താങ്ക് യു മാം. നല്ല അടിപൊളി ക്ലാസ്. താങ്ക് യു. ഈ സ്മിത മാമിനെ പറയുന്നത് തന്നെ ചിരിയായിട്ടാണ്. നമ്മളെ ബാച്ചില് ചിരിക്കുന്ന, എപ്പോഴും ചിരിച്ചോണ്ട് ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന ഒരാളാണ് സ്മിത മാം. അപ്പൊ നമുക്ക് സ്മിത മാമിനെ ക്യാമറയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവാണ്. അപ്പൊ മാം ഒന്ന് തെരഞ്ഞെടുത്ത സബ്ജക്റ്റ് വളരെ നല്ലതായിരുന്നു. അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റി. അപ്പൊ താങ്ക് യു മാം. താങ്ക് യു നൗഷിത. താങ്ക് യു. Good morning, ma'am. അതെ അർച്ചന Smita മാം ma'am. ചിരിപ്പിച്ചിരുന്നു. താങ്ക് Smita യു ma'am. ഓക്കെ. Okay, okay. കെറീന മാം. ആരെങ്കിലും വന്നിരുന്ന? ഇല്ല ഇല്ല. Good morning, ma'am. Smita ma'am. Simple challenge, how a smile brighten someone's day. ആ ഒരു ഇങ്ങനെ അവസാനിക്കുമെന്ന് വിചാരിച്ചില്ല മാം. അത്രയ്ക്കും മാം തന്നെ പുഞ്ചിരിച്ചും കൊണ്ടാണ് ആ ഒരു ചിരി ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതൊരു പോസിറ്റീവ് വൈബായിട്ട് തന്നെ നമ്മുടെ ഉള്ളിലും അത് ആ പുഞ്ചിരിച്ചോണ്ട് തന്നെ ഫുള്ളായിട്ട് അവതരിപ്പിച്ച് നല്ല നല്ല രസമായിരുന്നു മാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും മാമിന്റെ ആ ഒരു സ്റ്റോറിയിൽ കൂടിയും. അതുപോലെ തന്നെ ക്യാമറ ചലഞ്ചും, പിന്നെ നമുക്ക് മറ്റുള്ള നോക്കി പുഞ്ചിരിച്ചാൽ നമുക്ക് കിട്ടുന്ന അതേ ഒരു ഫീൽ തന്നെ, സന്തോഷം തന്നെ ആ നമുക്ക് ചിരി സമ്മാനിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോ അയാൾക്കും ഫീൽ തോന്നും. അതുപോലെ തന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ ഭയങ്കര വറിയായിട്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് മിററില് കണ്ണാടിയിൽ ചെന്ന് നോക്കിയിട്ട് നമ്മുടെ മുഖം തന്നെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കാറുണ്ട് ഞാൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാറുമുണ്ട്. അതിപ്പോ എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ പോവാൻ മോൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. അപ്പൊ ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സീരിയസ് കാര്യങ്ങൾ കാണുമല്ലേ, അപ്പൊ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഓടി വന്നിട്ട് ഇന്നത്തെ ദിവസമേ പോയമ്മ എന്ന് പറയാറുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മള് പുഞ്ചിരിയോടെ വന്നാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ചിരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഒരു അവർക്ക് എനർജി കൊടുക്കും. ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യുകയും അത് ആ ഒരു ഹോൾ ഡേ അവർക്ക് അത് നിലനിൽക്കുകയും ചെയ്യും. നമുക്കും അതേപോലെ തന്നെ പുഞ്ചിരിക്ക് നല്ല വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. ഹാപ്പി ആയിട്ട് തന്നെ അത് അവതരിപ്പിച്ച് ഉടനീളം ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രസന്റേഷൻ ഒന്നും പറയത്തില്ല മാമിന്റെ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. എന്തെങ്കിലും അനുഭവമൊക്കെ പങ്കുവച്ചല്ലോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ജിഷ മാം. ഞാനും ഒരു പുതിയ മെമ്പറാണ്.
അപ്പം ഓരോ സബ്ജക്റ്റുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണിപ്പം. അപ്പം സ്മിത മാം ഇന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ ഇന്ന് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യും. കാരണം ഞാൻ പുറത്ത് എല്ലാവരോടും പുഞ്ചിരിക്കുമെങ്കിലും വീട്ടില് പുഞ്ചിരി കുറവാണ്. അതായത് എൻ്റെ ലൈഫിലെ ഓരോ സ്ട്രെസ്സിന്റെ ഇതെല്ലാം പുറത്തു വരുന്നത് വളരെ ഗൗരവത്തോടെ നിൽക്കുന്ന ഒരാളായിട്ടാണ്. അപ്പൊ മക്കള് ഒന്ന് ലേറ്റായി എണീറ്റ് വന്നാലൊക്കെ ഞാൻ എന്റെ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് ചിരിക്കാതെയാണ്. അപ്പൊ ഇന്ന് തൊട്ടത് മാറ്റും. ഞാൻ വളരെ പുഞ്ചിരിച്ച മുഖത്തോടെ മാറ്റണം. തന്നെ ആ ചിരിച്ച അപ്പൊ മുഖത്തോടെ അവർക്ക് അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അതെ അതെ, അപ്പൊ അവർക്ക് ഒരു സന്തോഷം തോന്നണം ലൈഫ് ആ ഡേ മൊത്തം. അതിനു വേണ്ടി ഒരു ദിവസം അതുപോലെ മാറ്റി എൻ്റെ നോക്കും. അപ്പൊ അതറിയും. മാതാപിതാക്കളോടായാലും എല്ലാരോടും ഞാൻ ഇനി ചിരിച്ചുകൊണ്ട് തന്നെ എപ്പോഴും നിൽക്കാനാണ് ശ്രമിക്കുക. വെരി ഗുഡ്. താങ്ക് യു. ആ ഒരു ഓക്കെ, ചലഞ്ച് ഏറ്റെടുക്കും. അതെ 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 മാം. ഓക്കെ, താങ്ക് യു. നല്ല സെഷൻ ആയിരുന്നു. വളരെ സ്വയം ഒരു മോർണിംഗ്. പുഞ്ചിരി നൽകണം. ആ സ്വയം ഒരു പുഞ്ചിരി നമ്മളെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയും. അതെ, റീന മാം പറഞ്ഞ പോലെ സ്വയം കണ്ണാടിയിൽ നോക്കിയോ അല്ലെങ്കിൽ രാവിലെ ഉണർന്നിട്ട് സ്വയം ചിരിക്കുന്നതും വളരെ സന്തോഷം നൽകുന്നതാണ്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. സ്മിത മാം ആരാണെങ്കിലും ഇപ്പൊ സ്മിത മാമിനെ കണ്ടിട്ടില്ലെങ്കിൽ എത്ര ചിരിക്കില്ലാത്ത ആളാണെങ്കിലും ഒന്ന് ചിരിച്ചു പോകും. അതുപോലെയാണ് ആ മുഖത്തിന്റെ പ്രസന്നത. പിന്നെ നമ്മള് ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള എല്ലാ പേശികളും അത് റിലാക്സ് ആകുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ ഗൗരവമായിട്ട് ഇരിക്കുമ്പോൾ ഈ എത്രയോ പേശികൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ചിരി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ്. പലരെയും നമ്മൾക്ക് വലിയ ദേഷ്യത്തിൽ നിന്ന് പോലും താഴെ ഇറക്കി കൊണ്ടുവരാൻ പറ്റും ഈ ചിരി കൊണ്ട്. ഏതായാലും മാമിന്റെ കഥ ഏറ്റവും നല്ലതാണ്. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഈ ക്ലാസ് എടുക്കുന്ന ആള് തന്നെ ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ടിരുന്നാൽ ഞങ്ങൾക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ എന്നുള്ളതാണ്. അതാണ് ലക്ഷ്യം. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. സ്മിത മാം, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നല്ല സെക്ഷൻ കേട്ടാ. ഇന്നോട്ട് നമ്മളും അപ്ലൈ ചെയ്യും. ഈ വെബിനാറിൽ പങ്കെടുത്ത ശേഷം മാറുന്നത് പൂർണ്ണമായും ഞാനാണ്. വെരി ഗുഡ്. താങ്ക് യു. അതെനിക്കുള്ള ഇങ്ങനെ ചിരിച്ചിങ്ങനെ സാധ്യമാകുന്നു എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇന്നോട്ട് എന്തായാലും നമ്മൾ ചിരിക്കും. ചിരിക്കണം. ചിരിച്ചിട്ടേ ഇല്ല. സത്യത്തിൽ വീട്ടിലുള്ള ആരോടും ചിരിച്ചിട്ടേ ഇല്ല. ഇന്നോട്ട് നമ്മൾ ചിരിക്കും. എന്തായാലും നല്ല സെക്ഷൻ. ഒരാളാണോ? ചിരിക്കാനുള്ള സാഹചര്യങ്ങളെ ഒരിക്കലും ചിരിക്കാൻ തോന്നാറില്ല. അതാണ് സത്യം. സാഹചര്യം ഉണ്ടാക്കണം. ഞാൻ അതെ, അതെ. ഈ ഫാമിലി തെറാപ്പിക്കൊക്കെ വരുന്ന ഫാമിലി കൗൺസിലർ ആണല്ലോ. അപ്പൊ അവിടെ അവരോട് ഞാൻ പറയും, ദിവസം രാവിലെ ഒന്ന് പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യൂ, നിങ്ങളുടെ പകുതി പ്രശ്നം അവിടെ തീരുമെന്ന്. സത്യം തന്നെ, സത്യം. നോട്ടാവട്ടെ. ഇനി ശ്രദ്ധിക്കാം മാം, ശ്രദ്ധിക്കാം. നല്ല സെക്ഷൻ, നല്ല സെക്ഷൻ. താങ്ക് യു. ഇന്ന് മുതൽ തുടങ്ങിക്കോളും പതുക്കെ. മറ്റുള്ളവർ വിചാരിക്കണം, നേരത്തെ കഥയിൽ പറഞ്ഞ മാതിരി ഈ ആൾക്ക് എന്ത് പറ്റി എന്ന് വിചാരിക്കണം. അവരും നമുക്ക് തിരിച്ചു തരും. അതെ അതെ, ഇന്നോട്ട് അത് തന്നെ. നമ്മളെ ഇങ്ങനെ എപ്പോഴും പുഞ്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. അതെന്താന്നോ മാം, നമുക്കൊരു നഷ്ടവും ഇല്ലാതെ നമ്മുടെ വായൊന്ന് തുറന്ന് ഒന്ന് നല്ല മനസ്സോടെ ഒന്ന് ചിരിച്ചാൽ മാത്രം മതി. അതുപോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പം അത് കാണുന്നവരിലേക്കെല്ലാം അത് വ്യാപിച്ചു പോവുകയാണ്. അപ്പൊ നമ്മളങ്ങ് ചിരിക്കുക. നെഗറ്റീവാണ് അവര്. നമ്മൾ ചിരിച്ചാൽ ബാക്കിയുള്ളവർക്കും സന്തോഷം വരും. അത്രമാത്രം നോക്കിയാൽ മതി. അതെ. ഗുഡ് മോർണിംഗ് സ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അർച്ചന. സ്മൈൽ എന്ന് പറയുമ്പോഴേ സ്മൈൽ ക്യാൻ മെൽറ്റ് എ മൗണ്ടൻ എന്നുള്ളതാണ് അല്ലെ. നമ്മള് ചിരി എന്ന് പറയുന്നതിന് ഇപ്പൊ ഹേമലത മാം ലാസ്റ്റ് പറഞ്ഞിരുന്നു തുടങ്ങാം. ചിരിക്കാൻ നമുക്ക് അധികം എഫേർട്സ് ഒന്നും വേണ്ട ചിരിക്കുന്നവർക്ക്. പക്ഷെ ചിരിക്കാത്തവർക്ക് ഒരുപാട് എഫേർട്ട് വേണ്ട ഒരു സാധനമാണ് കേട്ടോ. ചിരിക്കാന്ന് പറയുമ്പോൾ അതെങ്ങനെയാ അങ്ങനെ എല്ലാരും കണ്ടാ ചിരിക്കുക?
നമുക്ക് ഭ്രാന്താന്ന് തോന്നൂലേ? നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കൂലേ എന്ന് ഭയങ്കരമായിട്ട് അതിനെങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ചിരിക്കാതെ പോകുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതെ അതെ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ളവർക്കാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ആഗ്രഹം. അതായത് അതൊരു വലിയ ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നേരത്തെ സ്മിത മാം പറഞ്ഞ പോലെ ഈ ചാലഞ്ച് എടുത്തിട്ട് ഒരു 1-2 ദിവസം ചെറിയ നേർത്ത പുഞ്ചിരികൾ മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ. നമ്മുടെ സ്ട്രെസ് പോലും കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ ഇഷ്ടം പോലെ അല്ലേ, നമുക്ക് ഇഷ്ടം പോലെ വോൾക്കാനോ പോലെയാവും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത്. പക്ഷെ നമ്മളുടെ പുഞ്ചിരി മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസും അതേപോലെ നമ്മുടെ ചിരി കൊണ്ട് അവരുടെ ഫേസിൽ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. സാധാരണ മുഖം വീർപ്പിച്ചിട്ട് രാവിലെ വരുന്ന പാൽക്കാരനായിക്കോട്ടെ, പേപ്പറുകാരനായിക്കോട്ടെ, ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഒരു മിതത്തിൽ കേട്ടോ, ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഒരു മിതത്തിലുള്ള ചിരി എല്ലാവരുടെയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മേക്ക്, അതെ, പുഞ്ചിരിക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മേക്ക് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രെസ് കുറയാനും നമ്മളോട് ആളുകൾക്കുള്ള സമീപനം അതും ഒരു ഭയങ്കര ഒരു ലെവലിൽ മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ചിരിയില് ഭയങ്കരമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പുഞ്ചിരിയെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ചിരിക്കാൻ മറന്നുപോയവർക്ക്, അല്ലേ സ്മിത മാം? ഷുവർ. വീണ്ടും ചിരിക്കാൻ മറന്നുപോയവർക്ക് പുഞ്ചിരിക്കാനായിട്ട് ഒരു അതെ പ്രചോദനം അതെ അതെ പുഞ്ചിരിച്ച് തീർച്ചയായിട്ടും. അപ്പൊ ഈ തുടങ്ങാൻ. ഒരു ക്ലാസ്സിൽ നേരത്തെ നസീല ബീവി എന്ന് പറയുന്ന നസീല മാം പറഞ്ഞത് മാതിരി മാം ചിരി ചാലഞ്ച് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം വാട്ട് ഇസ് ദ ഡിഫറൻസ് ദാറ്റ് മെയ്ഡ് ഇൻ യുവർ ലൈഫ് എന്നുള്ളത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ ഷുവർ. മച്ച് സ്മിത മാം ഫോർ എ സ്മൈലിംഗ് വണ്ടർഫുൾ അതെ മോർണിംഗ്. താങ്ക് യു സോ അതെ മച്ച്. കൃത്യമായി താങ്ക് യു. ഗ്രൂപ്പിലിടാം. അർച്ചന മാം, ഇത് നമ്മുടെ അർച്ചന മാം അല്ലേ? ഷുവർ. അതന്നെ അത് അതന്നെ. അതെ അതെ നമ്മുടെ ഞാൻ സ്വന്തം തന്നെയാണ് മാം, ഹേമലത മാം, ആ, ഞാൻ തന്നെയാണ്. നമ്മുടെ സ്വന്തം, നമ്മുടെ ഞങ്ങളുടെ സ്വന്തം സ്വന്തം. ഒറിജിനൽ അർച്ചന മാം ആണത്. ഒറിജിനൽ അർച്ചനമ്മമാണ്. അപ്പൊ ഈ സ്മിത മാം ഇപ്പം പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ ഉണ്ടോ? പ്രൊഫഷണൽ ട്രെയിനിങ്ങിലുണ്ട്. ബാച്ച്? അത് മാത്രമല്ല ഞങ്ങള് അർച്ചനയും ഞാനും ഒക്കെ ബാച്ച്മേറ്റ്സ് ആയിരുന്നു MFTC ആ, ഓക്കെ ഓക്കെ. ആ, ഫ്രണ്ട്സ്. മനസ്സിലായി. എനിക്ക് അർച്ചന എന്ന് അതുകൊണ്ട് പറയുന്ന അറിയാം കേട്ടപ്പോ തോന്നി. എന്റെ ഒരു പുഞ്ചിരിയുടെ ഡീപ്നെസ് ഇപ്പൊ ആൾക്കറിയാം. അതുകൊണ്ടാണ് ഏത് പറഞ്ഞത്. ബാച്ചാ? 25-ലോ? 25th 22. ബാച്ചാണോ? അല്ല ആ 22ഓ? അല്ല ട്രെയിനിങ് ആ 25th. ഞാൻ ഞാനത് 24th-ലായിരുന്നു. 24th-ല്. MFTC ഓക്കെ. അപ്പൊ ഹേമലത എല്ലാരെയും മാമിന്റെ ഒരു കണ്ടതിൽ ക്ലാസ് വന്നിട്ടില്ല കേട്ടോ മാം. എന്താ ഞാൻ മോർണിംഗ് നാട്ടിലേക്ക് സെക്ഷൻ വരട്ടെ കേട്ടോ. ഓക്കെ സജിന, മതി. ഞാൻ നാട്ടില് വന്നോട്ടെ കേട്ടോ. ഇവിടെ ഈ മതി 4 മാം. മണിക്ക് ഇരുന്ന് പറയാൻ പറ്റൂല. ശരി. ഓക്കെ ഓക്കെ കേട്ടോ. സെപ്റ്റംബറിൽ അപ്പൊ എന്തായാലും ഇന്നത്തെ വെച്ച് നമുക്ക് ക്ലാസ് എടുക്കാം. അടിപൊളിയായിരുന്നു. സിമ്പിൾ ടോപ്പിക്, പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്കും മറ്റുള്ളവർക്കും യാതൊരുവിധ ചെലവില്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചിരി എന്ന് പറയുന്നത്. ഞാൻ അത്യാവശ്യം ചിരിക്കാറുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ തന്നെ ഇപ്പൊ എന്റെ കൂടെയുള്ള ടീച്ചേഴ്സ് പറയും, ടീച്ചറിനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, കുട്ടികൾക്കൊക്കെ ടീച്ചറിനെ ഇഷ്ടം. ഞാൻ ടീച്ചർ പഠിപ്പിക്കാത്ത കുട്ടികളും ഇഷ്ടമാണല്ലോ എന്ന് പറയാം. അപ്പൊ ഞാൻ പറയും, ഞാൻ എല്ലാവരെയും നോക്കിയിട്ട് ചിരിക്കും. കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിരിക്കും. അപ്പൊ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരും ചിരിക്കും. അപ്പൊ അപ്പൊ അവര് പറയും, പഠിപ്പിക്കാത്ത കുട്ടികളും ടീച്ചറെ നോക്കി ചിരിക്കണം. അപ്പൊ ഞാൻ പറയും, ഞാൻ ചിരിക്കണതാണ് അവർ ചിരിക്കണതാണ്. നമ്മളുടെ മുഖത്തൊരു പുഞ്ചിരി വരുമ്പോ അവർക്ക് തോന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിനൊക്കെ പേടിയായിരിക്കുമല്ലോ കുട്ടികൾക്ക്. പക്ഷെ അതൊരു ഭയങ്കര സന്തോഷാണ് നമുക്കെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ഹോർമോൺസ് ഒക്കെ, ഹാപ്പിനെസ് ഹോർമോൺസ് ഒക്കെ ഇൻക്രീസ് ആവുകയും ചെയ്യും. എന്തായാലും നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു ഇന്നത്തെ. മാം നല്ല രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്തു. പിന്നെ നമുക്ക് തന്നെ ചിരിക്കാത്തവർക്കായിട്ട് തന്നെ ഓരോ എക്സസൈസുകളുണ്ട്, മറ്റേ ലോഫർ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചിരി വരാത്തവർക്കൊക്കെ. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ സ്മൈൽ ചലഞ്ച് ഒക്കെ ചെയ്തിട്ട് എന്നൊക്കെ ചിരി കൊണ്ടുവരാനായിട്ട് എന്തായാലും പറ്റും. താങ്ക് യു സോ മച്ച്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സജിന മാം. എന്നോട് സ്കൂളിൽ ഷൈല ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ചോദിക്കാറുണ്ടായിരുന്നു, എങ്ങനെയാ സ്മിത എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുക? എപ്പോഴും സ്മിതയുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടല്ലോ, ഒരു പ്രശ്നമില്ലേന്ന് എനിക്ക്. അപ്പൊ ഞാൻ ചോദിക്കാം, എന്റെ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളോട് പറഞ്ഞാലും അതിനൊന്നും എന്താ സൊല്യൂഷനും കിട്ടത്തില്ല. അപ്പൊ ഞാനൊരു ചിരി തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തും ആ ഒരു ചിരി വരൂലേ എന്ന് ചോദിക്കും. ഓക്കെ. ഓക്കെ, നല്ല സെഷൻ. രാവിലെ നമ്മളെ എല്ലാരെയും ഒന്ന് എനർജറ്റിക് ആക്കാനും പറ്റി.
പിന്നെ ഇതുപോലെ തന്നെ തുടരണം. ഇപ്പൊ സ്മിത പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്തും ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് മുഖത്ത് കാണിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. അപ്പൊ അതൊക്കെ അതിന്റെ വഴിക്കും പോവും. നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമ്മള് കൂളായിക്കോളും. നമ്മൾ അങ്ങനെ എനിക്കും അതെ, ദേഷ്യം വരുമോ, കുട്ടികളെ അടിക്കുവോ, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. നമ്മുടെ അപ്രോച്ച് ആ രീതിയിലാണ്. ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോഴും, ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പലായിരുന്നപ്പോഴും ഒരിക്കലും ഞാൻ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യം എനിക്ക് വരാറില്ല. കാര്യം നമ്മള് പറയേണ്ട പോലെ പറഞ്ഞാൽ മതിയല്ലോ, അവർക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു രീതിയിൽ പോകുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. എനിക്കതേ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും ഒരു പുഞ്ചിരി കൊടുക്കണം. ഓക്കെ മാം, ടൈം. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ആർക്കൊന്നും ഓക്കെ. പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ എല്ലാവരും വിഷയം തിരഞ്ഞെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത അർച്ചൂന് നന്ദി. പിന്നെ ഇന്ന് ഈ ഒരു അവസരം എനിക്ക് തന്ന വിപിൾ അക്കാദമിക്കും നന്ദി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. സർ അജിരാജ് സർ ഒന്ന് എൻഡ് കൊടുക്കോ? ഓക്കെ മാം, കൊടുത്തേക്കാം.